ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എം ഫിനാൻസ് ഹെൽപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് എടുക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഏതെല്ലാം ഫാക്ടേഴ്സ് ആണ് ബിസിനസ് എൻവയോൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒരു ബിസിനസ്സിനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കമ്പനിക്കുള്ളിൽ മാത്രമല്ല, പുറത്തും ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഈ ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള വിശദമായ പഠനമാണ് ഏതൊരു ഓർഗനൈസേഷനെയും സക്സസ്സിലേക്ക് നയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവയെക്കുറിച്ചുള്ള പഠനം അത്യാവശ്യമാണെന്ന് പറയുന്നത്? എന്തിനാണെന്ന് വെച്ചാൽ, ഒരു ഓർഗനൈസേഷന് സക്സസ് ആവണമെങ്കിൽ ഏതെല്ലാം ഫാക്ടേഴ്സാണ് അതിനെ എഫക്റ്റ് ചെയ്യുന്നത്, ആ ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെ പോസിറ്റീവായും നെഗറ്റീവായും ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കമ്പനിക്ക് അതനുസരിച്ച് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ, ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനും അതുപോലെ തന്നെ വരാൻ പോകുന്ന സാഹചര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി അനുയോജ്യമായ സ്ട്രാറ്റജികൾ നിർമ്മിക്കാനും കഴിയുന്നു. അതുകൊണ്ടാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇന്റേണൽ ഫാക്ടേഴ്സിനെയും എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയും വിശദമായി പരിശോധിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതെല്ലാം ഫാക്ടേഴ്സാണ് ബിസിനസ് എൻവയോൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫാക്ടേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: ഇന്റേണൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റേണൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് ആണ്. ഇന്റേണൽ എൻവയോൺമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു സക്സസ് ഓർ ഫെയിലിയർ ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ഫാക്ടേഴ്സ് which are within the organization. നമ്മൾ ഇന്റേണൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഓർഗനൈസേഷനാണ്. ആ ഒരു വേർഡ് നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇന്റേണൽ ഫാക്ടേഴ്സ് എന്താണെന്ന് പറഞ്ഞത്? ഒരു ഓർഗനൈസേഷന് അകത്തുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും ഇന്റേണൽ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുത്താം. ഓർഗനൈസേഷൻ്റെ സക്സസ്സിനോ ഫെയിലിയറിനോ കാരണമാകുന്ന എല്ലാ ഫാക്ടേഴ്സിനെയും, ബിസിനസ്സിനുള്ളിലെ എല്ലാ ഫാക്ടേഴ്സിനെയും ഇന്റേണൽ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഈ ഇന്റേണൽ ഫാക്ടേഴ്സിനെ കൺട്രോളബിൾ ഫാക്ടേഴ്സ് എന്നും പറയാറുണ്ട് കേട്ടോ. കാരണം ഈ ഫാക്ടേഴ്സിനെ ഓർഗനൈസേഷന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇതിനെ കൺട്രോളബിൾ ഫാക്ടേഴ്സ് എന്നും പറയാറുണ്ട്. ദെൻ നെക്സ്റ്റ്, ഏതൊക്കെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സ്, ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹ്യൂമൻ റിസോഴ്സസ്. ദ സക്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എബിലിറ്റി ഓഫ് ഇറ്റ്സ് ഹ്യൂമൻ റിസോഴ്സസ്. ആസ് എൻ ഓർഗനൈസേഷൻ, ഹ്യൂമൻ റിസോഴ്സസ് ആർ പീപ്പിൾ അറ്റ് വർക്ക്. ഏതൊരു ഓർഗനൈസേഷൻ്റെയും സക്സസ് എന്ന് പറയുന്നത് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസിനെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ആരായിരിക്കും? അവിടെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലേ? അവിടുത്തെ വർക്കേഴ്സ് ആയിരിക്കും. ദെൻ skill, quality, moral, commitment, attitude, etc. of the human resources can contribute to the strength and weakness of an organization. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിലെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് വ്യത്യസ്ത സ്കില്ലും ക്വാളിറ്റിയും കമ്മിറ്റ്മെൻറ്റും ആറ്റിറ്റ്യൂഡും ഒക്കെയുള്ള ആളുകളായിരിക്കും. ഈ ഡിഫറൻസസ് മനസ്സിലാക്കണമെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് പഠനം അത്യാവശ്യമാണ്. ഈ വ്യത്യസ്തമായ ആറ്റിറ്റ്യൂഡും സ്കില്ലും ഒക്കെയുള്ള ആളുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠനം നടത്തുക തന്നെ വേണം. എങ്കിൽ മാത്രമേ അവർക്ക് എന്താവശ്യമാണ് നമുക്ക് ഓർഗനൈസേഷന് ചെയ്യാനുള്ളത്, അവരെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട്, അവരെ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇതിനായിട്ട് ഓരോ ഓർഗനൈസേഷനും HR ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊരു സെക്ഷൻ തന്നെയുണ്ട്. ഇവർ വർക്കേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠനം നടത്തി വർക്കേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കും. ഒപ്പം തന്നെ വർക്കേഴ്സ് കമ്പനിക്കെതിരെ തിരിഞ്ഞുണ്ടാകുന്ന പ്രോബ്ലംസ് ഇല്ലാതാക്കാനും കുറയ്ക്കാനും ശ്രമിക്കുന്നു. നമുക്കറിയാം, കമ്പനിയിലെ വർക്കേഴ്സ് സാറ്റിസ്ഫൈ ആയെങ്കിൽ മാത്രമേ കമ്പനിക്കും സക്സസ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ സെക്കൻഡ് പോയിന്റ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദ ബിസിനസ് ഡിസിഷൻസ്. ഒരു ബിസിനസ് ഡിസിഷൻസിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്, ഇൻറ്റേർണൽ ഫാക്ടറാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. പണ്ടൊക്കെ ഒരു വ്യക്തമായ ഓർഗനൈസേഷൻ സ്ട്രക്ചറൊന്നും ഓർഗനൈസേഷനുള്ളിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പിക്ചർ ഉണ്ടല്ലേ, ആർക്കൊക്കെ അവിടെ കൂടുതൽ അധികാരം ഉണ്ടാവും, ഓരോരുത്തരുടെയും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. എന്നാൽ പണ്ടൊന്നും ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല. ഇത് കമ്പനികളിൽ വലിയ ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. എക്സാമ്പിളായി പറഞ്ഞാൽ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഏതെല്ലാം ആളുകൾക്കാണ് കൂടുതൽ ഉത്തരവാദിത്വമുള്ളത്, അങ്ങനെ പല കാര്യങ്ങളിലും ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തത്. ദെൻ ഇറ്റ് ഷോസ് ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ദ വാരിയസ് പൊസിഷൻസ് ഇൻ ദ ഓർഗനൈസേഷൻ ബൈ ഷോയിങ് ഹു റിപ്പോർട്ട്സ് ടു ഹും. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് വിവിധ ലെവലുകളിൽ വിവിധ പൊസിഷനുകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ബന്ധത്തെ വ്യക്തമാക്കി തരുന്നു. അതുപോലെ തന്നെ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നും ഓർഗനൈസേഷനിൽ ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന സ്ഥാനങ്ങൾക്കുള്ള അധികാരവും ഉത്തരവാദിത്ത ബന്ധവും ഉത്തരവാദിത്വവും എല്ലാം നമുക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വ്യക്തമാക്കി തരുന്നുണ്ട്. ദെൻ തേർഡ് പോയിന്റ്, ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓണേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റു ഫാക്ടേഴ്സാണ് ബിസിനസ്സിൻ്റെ ഓണേഴ്സ് അഥവാ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇവരുടെ ഫങ്ഷൻസിനനുസരിച്ചായിരിക്കും ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ദ കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജ്മെൻറ്റ് പാറ്റേൺ, എക്സ്റ്റെൻഡ് ഓഫ് പ്രൊഫഷണലൈസേഷൻ ഓഫ് മാനേജ്മെൻറ്റ് എക്സെട്ര ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ബിസിനസ് ഡിസിഷൻസ്. ബിസിനസ് ഡിസിഷൻസിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജ്മെൻറ്റ് പാറ്റേൺ, എക്സ്റ്റെൻഡ് ഓഫ് പ്രൊഫഷണലൈസേഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്നിവയൊക്കെ. ദെൻ മാനേജേഴ്സ് മെൻറ്റാലിറ്റി, പവർ, കോമ്പിറ്റൻസ് ആൻഡ് കപ്പാസിറ്റി ഓൾസോ ഇൻഫ്ലുവൻസ് ബിസിനസ് ഡിസിഷൻസ്. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ സക്സസ് ആയിരിക്കും. നല്ലൊരു മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഓർഗനൈസേഷന് അതിൻ്റെ ഗോൾ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മാനേജേഴ്സിൻ്റെ മെൻറ്റാലിറ്റി, പവർ, കോമ്പിറ്റൻസ്, കപ്പാസിറ്റിയും എല്ലാം ബിസിനസ് ഡിസിഷൻസിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദെൻ ഫോർത്ത് പോയിന്റ്, ഫിനാൻഷ്യൽ കാപ്പബിലിറ്റി. ഫിനാൻഷ്യൽ കാപ്പബിലിറ്റി ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ദ അവൈലബിലിറ്റി, യൂസേജ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് all allied aspects that have a bearing on organizational capability. ബിസിനസ്സിലേക്കുള്ള ഫണ്ടിൻ്റെ അവൈലബിലിറ്റി, ലഭ്യത, ഫണ്ടിൻ്റെ ഉപയോഗം, മാനേജ്മെൻറ്റ് എന്നിങ്ങനെ ഫണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ടേഴ്സിനെയും നമുക്ക് ഫിനാൻഷ്യൽ കാപ്പബിലിറ്റിയെ ഉൾപ്പെടുത്താൻ സാധിക്കും. എക്സാമ്പിളായി പറഞ്ഞാൽ ഫിനാൻഷ്യൽ പോളിസീസ്, ഫിനാൻഷ്യൽ പൊസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, അക്കൗണ്ടിംഗ് സിസ്റ്റം, ഓഡിറ്റ് പ്രൊസീജിയർ, ടാക്സ് പ്ലാനിംഗ് തുടങ്ങി ഫണ്ടുമായി ബന്ധപ്പെട്ട ബിസിനസ്സിൻ്റെ പെർഫോമൻസ്, പോളിസി, സ്ട്രാറ്റജീസ് എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ ഫണ്ട് ഫാക്ടേഴ്സിനെയും നമുക്ക് ഫിനാൻഷ്യൽ കാപ്പബിലിറ്റിയെ ഉൾപ്പെടുത്താൻ സാധിക്കും. ദെൻ ഫിഫ്ത്ത് പോയിന്റ്, മാർക്കറ്റിംഗ് കാപ്പബിലിറ്റി. മാർക്കറ്റിംഗ് ഫാക്ടേഴ്സ് ആർ ഓഫ് പ്രൈം ഇമ്പോർട്ടൻസ് ഫോർ എ ബിസിനസ് ഓർഗനൈസേഷൻ. ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് മാർക്കറ്റിംഗ് ഫാക്ടേഴ്സ്. ദീസ് ഫാക്ടേഴ്സ് ആർ റിലേറ്റഡ് ടു ദ പ്രൈസിംഗ്, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ആൻഡ് ഓൾ ദ അലൈഡ് ആക്ടിവിറ്റീസ് ദാറ്റ് ഹാവ് എ ബിയറിംഗ് ഓൺ എൻ ഓർഗനൈസേഷൻ capability and ability to implement its strategies. മാർക്കറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന ഓർഗനൈസേഷനിലെ പ്രൊഡക്ട്സിൻ്റെയും സർവീസസിൻ്റെയും വില നിർണ്ണയിക്കുക, പ്രൈസിംഗ്, പ്രൊമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് എല്ലാം ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ കാപ്പബിലിറ്റിയെയും സ്ട്രാറ്റജികൾ നടപ്പിലാക്കാനുള്ള കഴിവിനെയും ബാധിക്കുന്ന എല്ലാ അനുബന്ധ പ്രവർത്തനങ്ങളും അനുബന്ധ ഫാക്ടേഴ്സും നമുക്ക് മാർക്കറ്റിംഗ് കാപ്പബിലിറ്റിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ച് മാർക്കറ്റിംഗ് കാപ്പബിലിറ്റിയിലെ എലമെൻറ്റ്സ് നോക്കാം. കോമ്പറ്റേറ്റീവ് പൊസിഷൻ ആൻഡ് മാർക്കറ്റ് ഷെയർ, പ്രൊഡക്റ്റ് ലൈൻ, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, പ്രൈസിംഗ്, മാർക്കറ്റ് റിസർച്ച്, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, പാക്കേജിംഗ്, മാർക്കറ്റിംഗ് പോളിസീസ്. ദെൻ വിച്ച് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഇൻറ്റേർണൽ ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ബിസിനസ് ഡിസിഷൻസ്. ബിസിനസ് ഡിസിഷൻസിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് മാർക്കറ്റിംഗ് കാപ്പബിലിറ്റി. Then sixth point, operations capability. These internal factors which relates to the production of product or services, use of material resources which influences business strategies, policies and decisions. ഓപ്പറേഷൻസ് ക്യാപ്പബിലിറ്റീസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജികൾ, പോളിസികൾ, ഡിസിഷൻസ് എന്നിവയെല്ലാം സ്വാധീനിക്കുന്നതും പ്രൊഡക്റ്റിൻ്റെയോ സർവീസസിൻ്റെയോ പ്രൊഡക്ഷനുമായോ മെറ്റീരിയൽ റിസോഴ്സസിൻ്റെ ഉപയോഗവുമായോ ബന്ധപ്പെട്ട ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആണ് ഓപ്പറേഷൻസ് ക്യാപ്പബിലിറ്റിയെ ഉൾപ്പെടുന്നത്. എക്സാമ്പിളായി പറഞ്ഞാൽ capacity, layout, location, product or services or service design, work systems, degree of automation,
production planning, material supply, cost and quality control etc. are some of these factors. ഇതിൽ നിന്നും കുറച്ച് ഫാക്ടേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. നിങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സിൽ നിന്ന് നമ്മൾ കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ സബ് പോയിൻറ്റ്സ് ആയിട്ട് പറഞ്ഞുള്ളൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഓർമ്മിച്ച് വയ്ക്കുക. എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. Then 7th point, research, development and technological factors. These internal factors determine the organization's ability to innovate and compete. ഈ ഫാക്ടേഴ്സ് ഓർഗനൈസേഷൻ്റെ ഇന്നോവേറ്റ് ചെയ്യാനും കോമ്പീറ്റ് ചെയ്യാനും നവീകരിക്കാനും മത്സരിക്കാനുമുള്ള കഴിവ് നിർണ്ണയിക്കുന്നു. എന്ന് വെച്ചാൽ കാലം മാറുന്നതിനനുസരിച്ച് ബിസിനസ്സിലും ചേഞ്ചസ് വരുത്താൻ കഴിയണം. ഇത്തരം റിസർച്ച്, ഡെവലപ്മെൻറ്റ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സിൽ ചേഞ്ചസ് വരുത്താൻ കഴിഞ്ഞാലേ ഏതൊരു ഓർഗനൈസേഷനും സക്സസ് ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ള ഓർഗനൈസേഷനിൽ ന്യൂ ഇന്നോവേഷനും ഒക്കെ കൊണ്ടുവന്നിട്ടും ന്യൂ ഡെവലപ്മെൻറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടും നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു മാറ്റവും ഇല്ലാതെ പഴയതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ഇന്നോവേഷനും ഇല്ല, ഡെവലപ്മെൻറ്റും ഇല്ല, ഒന്നുമില്ല. പണ്ടത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഫലം? നഷ്ടം തന്നെയായിരിക്കും അല്ലേ. നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് നമ്മളും നമ്മുടെ ഓർഗനൈസേഷനിൽ ചേഞ്ചസ് വരുത്തണം. ന്യൂ ഐഡിയാസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ സക്സസ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്തരം ഫാക്ടേഴ്സും ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. Then 8th point, organizational climate. It is the term used to denote the values that set a pattern of organizations activities and actions. ഇവിടെ പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ വർക്കേഴ്സ് എങ്ങനെ പെരുമാറണം, പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ച് ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. ഇങ്ങനെ ആളുകൾ എങ്ങനെ പെരുമാറണം എന്നതിനെ നിയന്ത്രിക്കുന്ന മൂല്യങ്ങളുടെ ഒരു സിസ്റ്റമാണ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഈ ഓർഗനൈസേഷണൽ ക്ലൈമറ്റും നമ്മളെ ബിസിനസ് എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഓൾ ഓർഗനൈസേഷൻസ് ഹാവ് എ കൾച്ചർ വിച്ച് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ഇറ്റ്സ് സക്സസ് ഓർ ക്യാൻ ബി ആൻ ഒബ്സ്റ്റാക്കിൾ ടു ഫ്യൂച്ചർ സക്സസ്. അതുപോലെ തന്നെ ഓരോ ഓർഗനൈസേഷനും അവരുടേതായ ഒരു കൾച്ചർ ഉണ്ടായിരിക്കും. അവർ മുറുകെ പിടിച്ചിട്ടുള്ള ചില പെരുമാറ്റ ചട്ടങ്ങളും മൂല്യങ്ങളും എല്ലാം നമുക്കതിൽ കാണാൻ സാധിക്കും. ഓർഗനൈസേഷനെ കൾച്ചർ ഓർഗനൈസേഷനെ സക്സസ്സിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ഒരു കൾച്ചർ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ ഓർഗനൈസേഷന് നല്ലൊരു സക്സസ് ഉണ്ടാവാനാണ് സഹായിക്കുക. എന്നാൽ ചിലപ്പോൾ എന്താകാം, സക്സസ്സിനൊരു തടസ്സമായിട്ട് ഈ ഓർഗനൈസേഷൻ കൾച്ചർ മാറിയെന്ന് വരാം. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിലെ വർക്കേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന വിവിധ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും ഒക്കെയാണ് ഓർഗനൈസേഷൻ കൾച്ചറിൽ ഉൾപ്പെടുന്നത്. ആ കൾച്ചർ അനുസരിച്ചായിരിക്കും ഓരോ കമ്പനിയും ഫോളോ ചെയ്യുന്ന ആ കൾച്ചർ അനുസരിച്ചായിരിക്കും കമ്പനിയിലെ വർക്കേഴ്സ് പ്രവർത്തിച്ചു പോകുന്നത്. എന്നാൽ പെട്ടെന്ന് അതിലൊരു ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഓർഗനൈസേഷന് വലിയൊരു വെല്ലുവിളിയായിരിക്കും. കാരണം വർക്കേഴ്സൊക്കെ ഒരു കൾച്ചർ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. ആ മുന്നേ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനും ഫോളോ ചെയ്തിട്ടുള്ള കൾച്ചർ തന്നെ സ്വീകരിക്കാനാണ് വർക്കേഴ്സ് ഇഷ്ടപ്പെടുക. പെട്ടെന്നൊരു മാറ്റം അവർ അംഗീകരിക്കണമെന്നില്ല. ചിലപ്പോൾ ഓർഗനൈസേഷന് എതിരെ തിരിയാനും ചാൻസ് ഉണ്ട്. ഇത് ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് വലിയൊരു വെല്ലുവിളിയായി മാറുകയും ചെയ്യുന്നു. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ നല്ല അഭിപ്രായങ്ങളും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്